ചെമ്പന്നീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് സച്ചിയുടെ സുഹൃത്തിൻ്റെ ഒരു വരവും രേവതിയും സച്ചിയും തമ്മിലുള്ള തല്ലുപിടുത്തവുമാണ്. അപ്പോൾ അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ രേവതിയോട് ശ്രുതിക്കൊക്കെ കാപ്പി എടുത്തുകൊണ്ടും വരാൻ വേണ്ടിയിട്ട് ചന്ദ്ര ആജ്ഞാപിക്കുന്നുണ്ട്. രേവതി അതുപോലെ ചെയ്യുന്നുമുണ്ട് കേട്ടോ. രേവതി പിന്നെ എല്ലാം ചെയ്യുമല്ലോ. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി ഇന്നൊരു ദിവസത്തേക്ക് നിനക്കൊന്ന് കടയിൽ പോയിരിക്കാമോ, എനിക്ക് 1-2 ക്ലയൻസിനെ കാണാനുണ്ടെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, എടാ അവൾക്ക് അവളുടെ പാർലറിൽ പോകണ്ടേ, പാർലറിൽ പോകാതിരുന്ന എങ്ങനെയാന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, അത് സാരമില്ല അമ്മേ, ഇന്നൊരു ദിവസത്തേക്കല്ലേ, എനിക്ക് കുറേ പേരെ കാണാനുണ്ട്, അതുകൊണ്ടാ ശ്രുതി ഒന്നിരിക്കുകയെന്ന് പറയുവാണേ. അപ്പോഴേക്കും ചന്ദ്ര പറയും, അന്നാ മോള് പോയി കടയിലിരിക്കും, ഞാൻ പാർലറിൽ പോയിരിക്കാമെന്ന് പറയുവാണേ. അപ്പോഴേക്കും ശ്രുതിക്ക് ടെൻഷനാവും, അയ്യോ ചന്ദ്ര ആൻറ്റി പാർലറിൽ പോയിരുന്ന പാർലർ എൻ്റെ പേരിലല്ലെന്നുള്ള കാര്യം അറിയുമല്ലോ, ഈ ചന്ദ്ര ആൻറ്റി എങ്ങനെയെങ്കിലും മുടക്കണം എന്ന് പറഞ്ഞിട്ട് ശ്രുതി പറയും, ആൻറ്റി പാർലറിൽ പോയിരിക്കേണ്ട കാര്യമൊന്നുമില്ല, അവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ കുറവാണ്, ക്ലയൻസൊക്കെ വരുന്നത് കുറവാണ്, ആൻറ്റി അവിടെ പോയിരുന്നാൽ ബോറടിക്കും എന്ന് പറയുവാണേ. അപ്പോൾ ചന്ദ്ര പറയും, അത് സാരമില്ല, ഞാൻ അവിടെ ഇരുന്നോളാം, നിൻ്റെ പാർലറിൽ ഞാനൊന്ന് ഇരിക്കട്ടെ മോളെ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയും, വേണ്ട ആൻറ്റി അവിടെ പോയി വെറുതെ ഒറ്റയ്ക്ക്, ഞാനുള്ള സമയത്താണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ ഒറ്റയ്ക്കൊരു കല്ല് പോലെ അവിടെ ആരോടും മിണ്ടാതിരിക്കുന്നത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് സങ്കടമാകുന്നു എന്നൊക്കെ ശ്രുതി പറയുവാണ്. എന്നിട്ട് പറയും, ശ്രുതിയുടെ ഷോപ്പിൽ ഞാൻ ഇരുന്നോളാം, ശ്രുതി പേടിക്കണ്ട, ആൻറ്റി എവിടെയും പോകണ്ട, ആൻറ്റി വീട്ടിൽ തന്നെ ഇരുന്നോന്ന് നമ്മുടെ ശ്രുതി പറയുവാണ് ചന്ദ്രയോട്. അപ്പോൾ ചന്ദ്ര പറയും, എന്നാൽ ശരി, എൻ്റെ മോള് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അതിന് ശ്രുതിയുടെ ആവശ്യത്തിന് സമ്മതം മൂളുന്നുണ്ട്. അത് കഴിയുമ്പോഴേക്കും കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെ ഒരു സുഹൃത്ത് വീട്ടിലോട്ട് വരുവാണേ. പണ്ട് പഠിച്ചൊരു സുഹൃത്താണ്, 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത്. അപ്പോൾ സച്ചി അയാളെ കാണുന്നതും, എടാ മഹേഷി വാ വാ വാ, നിനക്ക് സുഖമാണോടാ, വാ അകത്തോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് അകത്തോട്ട് വിളിക്കുന്നുണ്ടേ. അപ്പോൾ ചന്ദ്രയും ശ്രുതി അവിടെ ഇരുന്ന് കോഫി കുടിക്കുവാണല്ലോ. അവർ വലിയ മൈൻഡൊന്നും കാണിക്കുന്നില്ല, സച്ചിയോടെ അവർക്ക് കാര്യമില്ല. അപ്പോൾ പിന്നെ സച്ചിയുടെ സുഹൃത്തിനോട് കാണിക്കുമോ. അപ്പോഴേക്കും പക്ഷെ കൂട്ടുകാരൻ അങ്ങനെയൊന്നുമല്ല കേട്ടോ. കൂട്ടുകാരൻ ചന്ദ്രയോട് നമസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ മനസ്സിലായോ, ഞാൻ സച്ചിയുടെ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നത്, വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചന്ദ്ര അപ്പം വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല, ആന്ന് പറഞ്ഞ് മൂളി കൊടുക്കുന്നുണ്ട്. പിന്നെ ചോദിക്കുന്നുണ്ട് സച്ചിയോട്, എടാ അത് നിൻ്റെ ചേട്ടൻ ശ്രുതിയല്ലേ. അപ്പോൾ സച്ചി പറയും, അപ്പോൾ ശ്രുതി ചേട്ടാ എന്നെ മനസ്സിലായോ എന്നൊക്കെ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്. പണ്ട് ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കാനൊക്കെ വരുമ്പോൾ ചേട്ടൻ്റെ കൂടെ ഞാൻ കളിക്കുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, ഇപ്പം മനസ്സിലായി, എടാ ഇത് നീയായിരുന്നു. അപ്പോഴേക്കും ശ്രുതി ചോദിക്കും, ശ്രുതിക്ക് ക്രിക്കറ്റ് കളിക്കാനൊക്കെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, അതൊക്കെ പണ്ട് കളിക്കുമായിരുന്നു, ഇപ്പം എനിക്ക് അതിനൊന്നും ടൈം ഇല്ലല്ലോ, ഞാനൊരു ബിസിനസ് മാൻ അല്ലേ എന്ന് ശ്രുതി പറയുവാണേ. അപ്പോഴേക്കും കൂട്ടുകാരൻ സച്ചിയോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ചേട്ടൻ ബിസിനസ്സൊക്കെ തുടങ്ങിയോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്ത് ബിസിനസ്, സിറ്റിയിൽ ഒരു പാത്രക്കട തുടങ്ങിയിട്ടുണ്ട്, അതിനാണെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, എടാ പാത്രക്കടയോ, അത് ഹോം അപ്ലയൻസസ് ഷോറൂം, നീ എന്താണ് എൻ്റെ കട ഇത്ര ഇങ്ങനെ പുച്ഛിച്ച് കാണുന്നതെന്നൊക്കെ, ചെറുതാക്കി കാണുന്നതെന്നൊക്കെ ശ്രുതി പിന്നെ ചീത്ത പറയുന്നുണ്ട് സച്ചിയെ. എന്നിട്ട് സച്ചി രേവതിയെ വിളിച്ചിട്ട് കോഫി എടുക്കാനൊക്കെ പറയുന്നുണ്ട് സുഹൃത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് രേവതി വരുമ്പോഴേക്കും സുഹൃത്ത് രേവതിയോട് സംസാരിക്കുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ കല്യാണത്തിനൊന്നും വരാൻ പറ്റില്ല, സോറി, ഇവൻ എന്നെ വിളിച്ചുമില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, എൻ്റെ കല്യാണം ഞാൻ പോലും അറിയാതെ നടത്തിയ കല്യാണമാണ്, പിന്നെ എങ്ങനെയാടാ ഞാൻ നിന്നെയൊക്കെ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സുഹൃത്ത് ചോദിക്കും, അതെന്താടാ നീ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നു, എല്ലാം എൻ്റെ ഈ ചേട്ടൻ ഒപ്പിച്ച പണിയാണെന്ന് പറയുവാണേ. രേവതിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ രേവതിക്കൊന്ന് ഫീൽ ആവുന്നുണ്ട്. അപ്പോഴേക്കും പിന്നെ സച്ചി പറയുന്നത് കൊണ്ട് ചായ എടുക്കാൻ വേണ്ടി രേവതി അടുക്കളയിലോട്ട് പോകുവാണേ. അപ്പോഴേക്കും സച്ചി ബാക്കി വിശേഷങ്ങളൊക്കെ സുഹൃത്തുമായിട്ട് സംസാരിക്കുവാണ്. അപ്പോഴാണ് സച്ചി ആ സുഹൃത്തിൻ്റെ കയ്യിലൊരു കല്യാണ കാർഡ് കാണുന്നത്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എടാ നിൻ്റെ കല്യാണമാണോ, നീ ലൈഫിൽ സെറ്റിലായി കഴിഞ്ഞിട്ടൊക്കെ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സുഹൃത്ത് പറയും, എൻ്റെ അല്ലടാ എൻ്റെ ചേട്ടൻ്റെ കല്യാണമാണെന്നൊക്കെ പറയുവാണേ. അപ്പോൾ സച്ചി കാർഡ് നോക്കിയിട്ട് പറയും, എടാ ഇതെന്താ പെണ്ണിൻ്റെ പേര് വേറെ എഴുതിയിരിക്കുന്നത്, നിൻ്റെ ചേട്ടൻ ഒരു ഹിന്ദിക്കാരി പെണ്ണിനെ ആയിരുന്നില്ല സ്നേഹിച്ചിരുന്നത്. അപ്പോഴേക്കും കൂട്ടാൻ ചോദിക്കും, നിനക്ക് അതൊക്കെ ഓർമ്മയുണ്ടോ സച്ചി, പിന്നല്ലാതെ ഒരിക്കലും അതൊരു പ്രശ്നമായിട്ട് ഞങ്ങൾ പോയി അടിയൊക്കെ ഉണ്ടാക്കിയില്ലേ, എനിക്കതൊക്കെ നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട്, അതൊക്കെ ബ്രേക്കപ്പ് ആയടാ, അവർ തമ്മിൽ പണ്ടേ ബ്രേക്കപ്പായി, ഇത് വീട്ടുകാർ നോക്കി ആലോചിച്ചെടുത്ത ഒരു കല്യാണമാണെന്ന് പറയുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിൻ്റെ ചേട്ടൻ സമ്മതിച്ചു ഈ കല്യാണത്തിന്. അപ്പോൾ കൂട്ടുകാരൻ പറയും, ചേട്ടനൊക്കെ സമ്മതിച്ചു എന്ന് പറയുവാണേ. അപ്പോഴേക്കും സച്ചി കിട്ടിയ അവസരത്തിലൊന്ന് ശ്രുതിക്കിട്ട് കൊട്ടാൻ നോക്കുവാണേ. സച്ചി പറയുന്നുണ്ട്, എന്നാലും ചേട്ടൻ കല്യാണത്തിന് സമ്മതിച്ചു എന്ന് പറഞ്ഞാലും നീ ഒന്ന് ശ്രദ്ധിക്കണം എടാ, എന്താന്ന് വെച്ചാൽ കല്യാണത്തിൻ്റെ താലികെട്ടുന്ന സമയത്ത് നീ ആ പരിസരത്ത് പോലും ഉണ്ടായി പോകരുത്, എങ്ങാനും നിൻ്റെ ചേട്ടൻ്റെ മനസ്സ് മാറി അവനെങ്ങാനും ഓടിപ്പോയാൽ നീ പിന്നെ ലോക്കായി പോവും, ആ പെണ്ണിനെ കൊണ്ട് നിന്നെ കെട്ടിക്കും, പിന്നെ നിൻ്റെ ജീവിതം തന്നെ അങ്ങോട്ട് തൊലഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞ് സച്ചി കൂട്ടുകാരനെ ഇതാക്കുവാണേ. സച്ചി ശരിക്കും ശ്രുതിക്കിട്ടൊന്ന് കളിയാക്കുവാണ്, പക്ഷെ അത് കൊള്ളുന്നത് നമ്മുടെ രേവതിക്കിട്ടാണ്. കാരണം രേവതി
രേവതിയെ ഇപ്പോഴും താനൊരു ഭാരമായിട്ടാണ് കാണുന്നതെന്ന് രേവതി മനസ്സിൽ വിചാരിക്കുവാണ്. അതുപോലെയാണ് സച്ചിയുടെ വർത്താനവും സുഹൃത്തിനെ കാണുമ്പോഴേക്കും. അപ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട്, നീ എന്താ സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ സച്ചി പറയും, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാടാ. ഓ, നിനക്ക് എപ്പോഴും എല്ലാം തമാശയാന്ന് പറയുമ്പോൾ സച്ചി പറയും, നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഞാൻ പറഞ്ഞതുപോലെ നീ എന്തായാലും ചെയ്യും, നിന്റെ ഭാവി പോകണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുവാണ് സച്ചി. ഇത് കേട്ട് നമ്മുടെ രേവതിക്ക് ഭയങ്കര വിഷമാവുകയാണ്. അപ്പോഴേക്കും സുഹൃത്ത് പറയുന്നുണ്ട്, അത് ഞാൻ ഇറങ്ങട്ടേടാ, എനിക്ക് കുറേ സ്ഥലത്ത് കല്യാണമൊക്കെ വിളിക്കാനുണ്ട്, കല്യാണത്തിന് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് സുഹൃത്ത് ഇറങ്ങുമ്പോഴേക്കും സച്ചിയും അദ്ദേഹത്തെ യാത്രയാക്കാൻ വേണ്ടി പുറകിൽ പോകുന്നുണ്ട്. രേവതി ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഫീലായിട്ട് അങ്ങനെ നിൽക്കുവാണ്. ശ്രുതിക്ക് ഇതൊക്കെ കേട്ട് ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി അപ്പോൾ ചന്ദ്രയോട് പറയുന്നുണ്ട്, ആൻറ്റി അത് കേട്ടില്ലേ, വന്നവരുടെ മുമ്പിലൊക്കെ ഈ സച്ചി ഇങ്ങനെ കളിയാക്കുന്നത് എന്തിനാ? പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും ഇങ്ങനെ എടുത്തിട്ട് ശ്രുതിയെ അപമാനിക്കുവാണ് സച്ചി എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, ശ്രുതി പറയുന്നുണ്ട്, അതവനെ പഴയ കാര്യങ്ങളൊന്നും അല്ലല്ലോ, പുതിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ, അവൻ എപ്പോഴും അങ്ങനെ തന്നെയല്ലേ ശ്രുതി, അത് വിട്ടേക്കെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, അവൻ ശരിക്കും ശ്രുതിയെ അല്ല അപമാനിച്ചത്. അപ്പോൾ ശ്രുതി പറയും, അതെന്താ ആൻറ്റി അങ്ങനെ പറയുന്നേ? നീ കേട്ടില്ലേ സച്ചി പറഞ്ഞത്, കല്യാണം എങ്ങാനും കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതം അതോടെ പോകും എന്നാ പറഞ്ഞേക്കണം. അവൻ്റെ ഇഷ്ടമില്ലാതെ നടത്തിയ കല്യാണമായിരുന്നല്ലോ അവൻ്റെ. അപ്പോൾ ആ ഒരു വർത്തമാനത്തിലൂടെ അവൻ ആരെയാണ് ഉദ്ദേശിച്ചത്? അവൻ്റെ ഭാര്യയെ തന്നെയാണ് അതിലൂടെ അപമാനിച്ചതെന്നൊക്കെ ചന്ദ്ര പറയുവാണ്. രേവതി ഇതൊക്കെ കേട്ടോണ്ടിരിക്കുവാണ്. വിവാഹ വാർഷിക ദിനത്തിൽ എന്തൊക്കെയായിരുന്നു? ഭാര്യ ഭർത്താവിനെ പുകഴ്ത്തുന്നു, ഭർത്താവ് ഭാര്യയെ പുകഴ്ത്തുന്നു, എന്നിട്ടിപ്പോൾ കണ്ടില്ലേ അവൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നത്. അവൻ ഇവളെ ഒരു ബാധ്യതയായിട്ടാണ് കാണുന്നത്. അവൻ്റെ പോലും ഇഷ്ടമില്ലാതെ അവൻ്റെ തലയിൽ കെട്ടിവെച്ച ബാധ്യത. വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ടാണ് അവൻ ഇവളെ ചുമന്നോണ്ട് നടക്കുന്നത്. അത് നീ ഇനിയെങ്കിലും മനസ്സിലാക്കി രേവതി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര രേവതിയെ കളിയാക്കുവാണേ. എന്നിട്ട് അവർ 3 പേരും കൂടി രേവതിയെ കളിയാക്കി ചിരിക്കുവാണ്. രേവതി ഇങ്ങനെ അടുക്കളയിൽ പിന്നെ വിഷമിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴേക്കും സച്ചി വന്ന് പറയുന്നുണ്ട്, രേവതി കേട്ടല്ലോ, എൻ്റെ സുഹൃത്തിൻ്റെ ചേട്ടൻ്റെ കല്യാണം അടുത്ത ആഴ്ച, എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേ, നമുക്കൊന്നിച്ച് പോകാമെന്ന് പറയുമ്പോഴേക്കും രേവതി ദേഷ്യത്തിൽ പറയും, ഞാനൊന്നും വരുന്നില്ല എന്ന് പറയുവാണ്. അപ്പോഴേക്കും സച്ചി പറയും, ഓ നിനക്ക് ജോലി ഉണ്ടാകുമല്ലേ, എന്നാൽ ശരി ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, നീ എനിക്ക് കഴിക്കാൻ ഭക്ഷണം എടുത്ത് വെക്കുക എന്ന് പറഞ്ഞിട്ട് സച്ചി പോകുവാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി, ഡൈനിങ് ടേബിളിൽ ഇരിക്കാൻ വേണ്ടി. അപ്പോൾ രേവതി ഇങ്ങനെ ദേഷ്യത്തിൽ സച്ചിയുടെ പുറകെ പോകുവാണ്. രേവതി പറയും, ഭക്ഷണമൊന്നും ഇല്ല എന്ന് പറയുവാണേ. അപ്പോഴേക്കും സച്ചി പറയും, നീയല്ലേ നേരത്തെ ദോശ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞത്, നോക്കിയപ്പോൾ മാവില്ല എന്ന് രേവതി പറയുവാണ്. അപ്പോൾ സച്ചി പറയും, അന്നാ നീ ഉപ്മാവ് ഉണ്ടാക്കുക, നീ ഉപ്മാവ് നല്ലോണം ഉണ്ടാക്കുമല്ലോ. ഇപ്പോൾ രേവതി പറയും, റവയില്ല എന്ന് പറയുവാണേ. എല്ലാത്തിനും സച്ചി പറയുന്നതിനൊക്കെ ഓരോ ഇടക്ക് പറയുമ്പോഴേക്കും സച്ചി പറയും, നീ എന്താ രേവതി ഇങ്ങനെയൊക്കെ പറയുന്നേ, അപ്പോൾ പിന്നെ ഞാൻ എന്ത് കഴിക്കും, ഹോട്ടലിൽ പോയി കഴിക്കണോ? അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടൻ എവിടെയെങ്കിലും പോയി കഴിച്ചോ എന്ന് പറയുവാണേ. അപ്പോഴേക്കും സച്ചി പറയും, എന്താ രേവതി നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ, നീ വല്ല മുളകും കടിച്ചോ, അത്രയ്ക്ക് ചുമന്നിരിക്കുന്നുണ്ടല്ലോ ദേഷ്യം വന്നിട്ടെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, എൻ്റെ മുഖം ഞാൻ എങ്ങനെ വേണമെങ്കിലും വെക്കും, സച്ചേട്ടൻ ഇഷ്ടമുണ്ടെങ്കിൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ എൻ്റെ മുഖത്തോട്ട് നോക്കണ്ടെന്ന് രേവതി പറയുവാണേ. സച്ചിക്കപ്പം മനസ്സിലാവുന്നുണ്ട് രേവതി നല്ല ദേഷ്യത്തിലാണെന്ന്. അപ്പോഴേക്കും ചന്ദ്ര വരുവാണ്. ചന്ദ്ര വന്നിട്ട് ചോദിക്കും, എന്താ രണ്ടുപേരും ഇവിടെ കഥ പറഞ്ഞിരിക്കുന്നത്, ഭക്ഷണം എടുത്ത് വെക്ക്, എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയും, അതെന്താ ഒന്നും ഉണ്ടാക്കാത്തേ, നീ പിന്നെ ഇത്ര നേരം എന്തെടുക്കുമായിരുന്നടി എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഞാൻ അമ്മ പറഞ്ഞതിനെ പറ്റി ആലോചിക്കുമായിരുന്നു എന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്ര ഒന്ന് ഞെട്ടും. കാരണം സച്ചി നേരത്തെ പറഞ്ഞതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയോട് ചൂടാകുമല്ലോ, ചന്ദ്രയോട് ചൂടാകുമല്ലോ. അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ വല്ലാണ്ടായിട്ട് രേവതിയും സച്ചിയെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, അമ്മ എന്ത് പറഞ്ഞു നിന്നോടൊന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി ഇങ്ങനെ കളിപ്പിച്ച് ചന്ദ്ര ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അമ്മ പറഞ്ഞതൊക്കെ ശരിയാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്നാണ് രേവതി പറയുന്നത്. അപ്പോഴേക്കും ശ്രുതിയും കൂടി വന്നിട്ട് ഭക്ഷണം എടുത്ത് വെക്കുക, ഞങ്ങൾക്കൊന്ന് ഡീലറെ കാണാൻ പോകണമെന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും രേവതി പറയും, ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുവാണ്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കും, ഒന്നും ഉണ്ടാക്കിയില്ലേ, സാധാരണ ഈ സമയത്ത് ആവുന്നതാണല്ലോ, അതെന്താ ഒന്നും ഉണ്ടാക്കാത്തേ? അപ്പോൾ രേവതി പറയും, ഇന്നൊന്നും ഉണ്ടാക്കിയില്ല, അത്രേ ഉള്ളൂ എന്ന് പറയുവാണ്. അപ്പോഴേക്കും ശ്രുതി പറയും, ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞൂടെ, ശ്രുതിക്ക് ഒരു ഡീലറെ കാണാൻ പോകാനുള്ളതാണ്, അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ പുറത്തുനിന്ന് പോയി ഭക്ഷണം കഴിച്ചാനായിരുന്നു. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇനി ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ ആ സമയത്ത് തന്നെ പറഞ്ഞോളാം, പുറത്തു പോയി കഴിക്കുക, എന്തെങ്കിലും ചെയ്തോ എന്ന് പറയുവാണേ. അപ്പോഴേക്കും ചന്ദ്ര പറയും, എന്തൊരു അഹങ്കാരം അവൾക്ക്, അവളുടെ വർത്താനം കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട് രേവതിയെ. അപ്പോഴേക്കും ശ്രുതി പറയും, എന്താ രേവതി ഇത്, ഞങ്ങൾ ഓൺലൈനിലെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യുമായിരുന്നില്ലേ, ഞങ്ങളുടെ സമയമല്ലേ ഈ വേസ്റ്റ് ആവുന്നതെന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോഴേക്കും രേവതി പറയും, ഞാൻ നിങ്ങളോട് ഭക്ഷണം കഴിക്കണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ, അടുക്കളതേ തുറന്നു കിടക്കുക, ഫ്രിഡ്ജിൽ സാധനങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാമല്ലോ, ABC ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ഉണ്ടാക്കി കുടിക്കൂലേ, അതേപോലെ തന്നെ അടുക്കള കയറി എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളത് ഉണ്ടാക്കി തിന്നൊക്കെ രേവതി പറയുവാണേ ശ്രുതിയെ നോക്കിയിട്ട്.
രേവതി അതും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും ചന്ദ്ര പറയും, എന്തൊരു അഹങ്കാരം അവക്ക്, ഇവനാണെങ്കിൽ നോക്ക് അവൾ പറയുന്നതും കേട്ട് മിണ്ടാണ്ടിരിക്കുന്നു, പോയി ചോദിക്കാനല്ല അവളോടൊന്ന് പറയുമ്പോഴേക്കും സുധി ഒന്നോട് ഇതാകുന്നുണ്ട്. എടാ സച്ചി, നിങ്ങൾ എന്താണ് ഇങ്ങനെ, ബാക്കിയുള്ളവർക്ക് എനർജി ആയിട്ട് കസ്റ്റമറെ പോയി കാണാനുള്ളതാ, നിന്നെപ്പോലെ വെറുതെ ഇരിക്കുന്ന ജോലിയൊന്നുമല്ല എൻ്റെ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ഒന്നും മിണ്ടാണ്ടിരിയടാ, ഞാൻ തന്നെ അവൾക്ക് എന്ത് പറ്റിയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. എന്നിട്ട് സച്ചി പോയി രേവതിയോട് സംസാരിക്കുവാണേ. രേവതി, നിനക്ക് എന്ത് പറ്റി, നീ അമ്മ എന്തോ പറഞ്ഞു അതിനെപ്പറ്റി ആലോചിക്കുവാണെന്നൊക്കെ പറഞ്ഞല്ലോ, എന്താ അമ്മ പറഞ്ഞതെന്ന് സച്ചി രേവതിയോട് ചോദിക്കുവാണേ. രേവതി ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുവാണ്. അപ്പോഴേക്കും വർഷം ശ്രീകാന്തൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അവളൊന്നും ഉണ്ടാക്കിയിട്ടില്ലടാ, അവളിന്ന് മഹാറാണിയായി ഇരിക്കുക, ഒന്നും ഉണ്ടാക്കാതെ അങ്ങനെ നിൽക്കുവാന്ന് പറയുമ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട്, എന്താ രേവതി ചേച്ചി വീണ്ടും വയ്യാതെ ആയോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും, എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുവാണേ. അപ്പോഴേക്കും ചന്ദ്ര പറയും, അവൾ ഞങ്ങളെയൊക്കെ പട്ടിണിക്കിടാൻ വേണ്ടി നോക്കുവാടാന്ന് പറയുവാണേ. അപ്പോഴേക്കും രേവതി പറയും, ഞാൻ ആരെയും പട്ടിണിക്കിടുന്നൊന്നുമില്ല, അടുക്കള അവിടെ ഇരിക്കുമല്ലേ, ആവശ്യമുള്ളത് വേണമെങ്കിൽ കയറിപ്പോയി ഉണ്ടാക്ക്, അല്ലെങ്കിൽ ഹോട്ടൽ ഉണ്ടല്ലോ അവിടെ പോയി കഴിക്കുക എന്നൊക്കെ പറയുവാണ്. രേവതിയുടെ വർത്താനം കേൾക്കുമ്പോഴേക്കും നമ്മുടെ വർഷയൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. കാരണം ആദ്യമായിട്ടാണല്ലോ രേവതി ഇങ്ങനെ ചൂടാവുന്നത് എല്ലാവരുടെയും മുമ്പിൽ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് എന്നെ ആവശ്യമെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയും, രേവതി ഭക്ഷണം ഉണ്ടാക്കാത്തത് ഒരു പ്രശ്നമല്ല, പക്ഷെ അത് രേവതിക്ക് നേരത്തെ പറയാമായിരുന്നല്ലോ എന്ന് ചോദിക്കുവാണ്. ഇപ്പോൾ ഞങ്ങളുടെ എത്ര നേരമാണ് വെയിറ്റ് സമയമാണ് പോയെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും കൂടി അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയും, സമാധാനമായല്ലോടി, അവർ പട്ടിണിക്ക് ഇവിടെ നിന്ന് പോയപ്പോഴേക്കും സമാധാനമായല്ലോ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, അവർ പട്ടിണിയൊന്നല്ല, അവർ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമെന്നല്ലേ പറയുന്നത്, പിന്നെ എങ്ങനെയാണ് അവർ പട്ടിണിയാവുന്നതെന്ന് രേവതി നല്ല തർക്കുത്തരം തന്നെ പറയുന്നുണ്ട് ചന്ദ്രയോട്. കാരണം രേവതിക്ക് അത്രയ്ക്ക് സങ്കടം വന്നു സച്ചി അങ്ങനെ പറഞ്ഞതും ചന്ദ്ര രേവതിയെ അപമാനിച്ചതും. അപ്പോഴേക്കും ശ്രീകാന്ത് പറയും, രേവതി ചേച്ചിക്ക് എന്തോ മൂഡ് ഔട്ടാണ്, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറയുവാണെങ്കിൽ വർഷയും പറയുന്നുണ്ട്, രേവതി ചേച്ചി നല്ലോണം റെസ്റ്റ് എടുക്ക്, ഞാൻ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തോളാം, ആൻറ്റിക്കും ചേർത്ത് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വർഷയും പോകുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര ചീത്ത പറയുന്നുണ്ട്, സമാധാനമായല്ലോ, ഇപ്പോൾ കാശ് പുറത്ത് കൊടുത്ത് അവർ പോയി ഭക്ഷണം കഴിക്കേണ്ടി വരും എന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും രേവതി പറയും, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും കാശ് തന്നെ ചിലവാക്കിയിട്ടല്ലേ സാധനങ്ങൾ മേടിക്കുന്നത്, അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല, പുറത്തുനിന്ന് കഴിച്ചാലും വീട്ടിൽ നിന്ന് കഴിച്ചാലും എല്ലാം കണക്കാന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയും, എടാ ഇവളെ ഏതെങ്കിലും എന്താണ് അമ്പലത്തിൽ കൊണ്ടുപോയി വല്ല ബാധ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു, വേപ്പിലടി ചോടിക്കാൻ നോക്കുക ആ ബാധ, അവളുടെ പെരുമാറ്റമേ ശരിയല്ല എന്ന് പറഞ്ഞ് ചന്ദ്ര ഒരുപാട് ചീത്ത പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്.